കൂട്ടുകാരെ, ഞാൻ എണീച്ചന്ന് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നോക്കും കുഞ്ഞിപ്പെണ്ണിനെ അവിടെ കിടത്തിട്ട് പോയി പെണ്ണിനെ കാണുന്നില്ല. നോക്ക്, ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു. ഹലോ ഹലോ സ്കൈ ബേബി. എന്താ ഇന്ന് രാത്രി വഴക്ക്? ആര് വഴക്കിട്ടെ? ഇവനെ തൂരാത്ത പിന്നെ വക്ക അപ്പടി. പിന്നെ കൂട്ടുകാരെ, ഇപ്പൊ കിടത്തിയെടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കാരണം ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയത്. ഞാൻ ഇച്ചേനെ ഏൽപ്പിച്ചിട്ട് പോയത് കേട്ടോ. ഇച്ച അവിടെ അതേപോലെ കിടന്നുറങ്ങി. അവള് നിരങ്ങി ഇവിടെ എത്തിട്ടോ. അതെ, തട പോലെ ഇവിടെ കിടക്കാൻ സ്ഥലമില്ല കേട്ടോ കൂട്ടുകാരെ. ബമ്പൻ അടിയാണ് ഇവിടെ. ഗുഡ് മോർണിംഗ് കുഞ്ഞു പെണ്ണേ. കുട്ടീന്റെ ഒരു ദോഷം എങ്ങനെയാണ് കാണിക്കണ്ടേ നമുക്ക്? അപ്പൊ സ്കൈ ബേബി എണീക്കുമ്പോ തന്നെ ഞാനും എണീക്കും കേട്ടോ. സ്കൈന്റെ കൂടെ തന്നെ ഞാനും എണീക്കും. എന്നിട്ട് ഇനിയാണ് കഥ തുടങ്ങണത്. സ്കൈ ബേബി വാ വാ അമ്മ പൊന്നു വാ. അവന്റെ ടാക്കരി കുട്ടി വാ. അപ്പൊ കുഞ്ഞച്ചിന്റെ കൂടി ഇപ്പൊ അവിടെ പോയോണ്ട് സ്കൈ ബേബിന്റെ ഡേ ഇൻ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ കാണിച്ചു തരാം അതെങ്ങനെയാന്ന് ഇപ്പൊ കാണാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, സ്കൈ ബേബിനെ കൊണ്ട് അപ്പൊ പോവുകയാണ്. അപ്പൊ എങ്ങോട്ടാ പോകണ്ടേ നോക്കാം നമുക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പൊ കൂട്ടുകാരെ 10:15 അപ്പൊ ഇതാണ്ട് ഇങ്ങനെ നോക്കുമ്പോ വെയിലാണല്ലോ കുഞ്ഞു ബാബ. നമ്മള് നാട്ടെ വെയിൽ കാണിച്ചു കൊടുക്കും കേട്ടോ. ആദ്യം തന്നെ പുറത്തിറങ്ങിയിട്ട് വെയിലൊക്കെ ഇറക്കി. എന്നിട്ട് ഇപ്പൊ 10:15 ആയതുകൊണ്ട് വെയിൽ തറക്കൂല. 10 മണി വരെയുള്ള വെയിലല്ലേ കൊള്ളാൻ പാടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടത്തൂട്ടോ. പുറത്തൊക്കെ കാണിച്ചു കൊടുത്ത് ആദ്യം തന്നെ പോയിട്ട് ബക്കുവിനെ കാണിക്കും. ബക്ക് അവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ബക്കോ. ഓടിപ്പോട്ടെ, നീ എന്തൊക്കെയാണ് കൊണ്ടിട്ടുന്നത്? ഗുഡ് മോർണിംഗ് ബക്കു. ഗുഡ് മോർണിംഗ് ബക്കു. ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ബക്കുവിന് ഭയങ്കര ഇഷ്ടമാ. കുറച്ചേരം ഇതൊക്കെ നോക്കി ഇനി കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണങ്ങ് ഓൺ ആവും കേട്ടോ. രാവിലെ അങ്ങ് പിന്നെ നേരെ ആട്ടുമ്പഴച്ചിന്റെ അല്ലേ. അപ്പൊ നേരെ കൂട്ടുകാരെ ആട്ടുമ്പച്ചിന്റെ അടുത്ത് വരും കേട്ടോ. അമ്മമാരിവിടെ ഇരിക്കുന്നതാണ് കാണുന്നില്ല കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ റൈനേന്റെ പുറകെ ഇങ്ങനെ കുറച്ച് റൈനേനെ നോക്കിയിരിക്കും. എന്താ റൈന മമ്മി പോയിരുന്ന പാട്ടൊക്കെ കേട്ടോ കൂട്ടുകാരെ, കേൾക്കാൻ പറ്റുന്നു. അമ്മ പാട്ട് പാടിയത് കിട്ടി. എല്ലാവർക്കും സ്വാഗതം. ഹലോ കൂട്ടുകാരെ, ഹലോ കൂട്ടുകാരെ, ഓക്കോ പൊന്നുമഞ്ഞിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കില് അപ്പൊ കൂട്ടുകാരെ, ഇനി കുറെ നേരം കുഞ്ഞിപ്പെണ്ണ് മമ്മീന്റെ കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യൂട്ടോ. അപ്പത്തേക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഇനി മമ്മീന്റെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ് അവളെ പായ് വിരിച്ചിട്ട് നിലത്ത് കിടത്തും. പിന്നെ എണ്ണയൊക്കെ എടുത്ത് ഇപ്പൊ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യൂട്ടോ. അപ്പൊ കൂട്ടുകാരെ, എന്റെ വർക്ക് റൂമിൽ തന്നെ കയറിയിട്ടുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ചെയ്ത് തീർക്കേണ്ട കുറച്ച് വർക്കുകൾ പെൻഡിങ് ഉള്ളത് രാവിലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യൂട്ടോ. അതാണ് രാവിലത്തെ സംഭവത്തിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഒക്കെ പെൺമണീൻ്റെ അല്ലാണ്ട് വേറെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഓൺലൈൻ വർക്ക്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടും കൂടെ ഫ്രഷായി കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്കൈ ബേബിന്റെ ഡ്രൈ സ്കിൻ നല്ലോണം മാറിയില്ലേ? കുഞ്ഞിപ്പെണ്ണിന്റെ ഡ്രൈ സ്കിൻ നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മള് പറഞ്ഞില്ലേ, ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചപ്പോ നല്ല മാറ്റമുണ്ട്. അപ്പൊ എന്തായാലും അല്ലേ
അതെ, എല്ലാവരും എന്നോട് ഓയിൽമെന്റിന്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നു നിങ്ങൾ ഒരു ഡോക്ടറിനെ പോയിട്ട് നേരെ സ്കിന്നിന്റെ ഡോക്ടറിനെ പോയി കണ്ടിട്ട് പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയി കാണുന്നതാണ് നല്ലത്. പെട്ടെന്ന് മാറി നമ്മളെ വയറ്റിൽ അകത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് തേക്കാനുള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഡോക്ടറിനെ പോയി കണ്ടിട്ട് ഓരോരുത്തരുടെ സ്കിൻ ട്യൂൺ അനുസരിച്ചല്ലേ മരുന്ന് കൊടുക്കുന്നത്. അങ്ങനെ മരുന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. നമ്മൾ അവിടുന്ന് മരുന്ന് വാങ്ങിച്ചു, UK അവിടുന്ന് ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ടൊന്നും പോയില്ലായിരുന്നു. കുഞ്ഞു പെണ്ണ് ഇത് മാറിയിട്ടില്ലായിരുന്നു. ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മാറി. 2-3 ദിവസം തേച്ചപ്പോഴേക്കും പെട്ടെന്ന് മാറി കേട്ടോ. വല്ലാണ്ട് ചുമന്ന കളറിൽ വരുന്നതൊക്കെ അങ്ങ് മാറി. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയില്ലേ പിന്നെ സ്കിന്ന്. നല്ല മരുന്ന് കുറച്ച് എക്സ്പെൻസ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് കേട്ടോ. സ്കിന്നിന്റെ എല്ലാം എക്സ്പെൻസ് തന്നെ ആയിരിക്കും. കൈ ടാറ്റ പോവാ മമ്മി കൂടെ. കൈ ബേബിയേ ഡൂഡുച്ചന്റെ അമ്മ ഡൂഡുവേ. അയ്യാ അവിടെ പോയി. ഡൂഡുവിനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർക്ക് നല്ലോണം. അപ്പൊ കൂട്ടുകാരെ, ഇത് യോയോ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കും കേട്ടോ. എന്താടാ മാർക്കോസെ പരിപാടി? യോയോ യോയപ്പാ യോയപ്പാ പറയടാ. ഞാൻ അങ്ങനെ കേട്ടോ, പപ്പേനെ മാത്രം ഇഷ്ടമുള്ളൂ. എന്റെ കമ്മൽ ഊരി വെച്ചു കൂട്ടുകാരെ ഞാൻ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കുഞ്ഞേച്ചി വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാട്ടോ. ഹലോ കൂട്ടുകാരി, സുഖാണോ? എന്റെ ഡുണ്ടൻ എന്റെ ഡുണ്ടൻ അയ്യോ വാ സുന്ദരി. എല്ലാവരും പറഞ്ഞു കുഞ്ഞേച്ചി പോയാല് വേഗം വരില്ലേ, സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും അളിയനും അല്ല ഇച്ചയില്ലേ, പിന്നെന്താന്ന്. അതാ ഞാൻ പറഞ്ഞ സുസുക്ക് പകരം വെക്കാൻ വേറെ ആരെയും കൊണ്ടും പറ്റില്ല, ഇവനെ കൊണ്ടൊന്നും പറ്റില്ലെന്ന്. നീ എന്ത് സ്വഭാവമായിട്ട് നിനക്ക്? ആ ഞാൻ ചങ്ക് പറിച്ച് കാണിച്ചാൽ ചെമ്പരത്തി പോവാന്നല്ലേ പറയുള്ളൂ. അപ്പൊ കൂട്ടുകാരി, ഇനിയപ്പോ കുഞ്ഞിപ്പെണ്ണ് കുളിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് കുളിപ്പിക്കാൻ പോവാണേ. പോറ്റെ 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 വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. കണ്ടോ? അപ്പൊ കൂട്ടുകാർ നമ്മൾ ഈ ബാത്റൂമിൽ നിന്നാട്ടോ കുളിപ്പിക്കുന്നത്. അപ്പൊ കുഞ്ഞിപ്പെണ്ണെ ഇവിടെ കുളിപ്പിച്ച് സെറ്റ് ആക്കി എടുക്കും. അപ്പൊ കുളിപ്പിച്ചിട്ട് കാണാം കേട്ടോ. ബൈ ബൈ. അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണ് കുളിച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു ഉപ്പായൊക്കെ ഇട്ട് നോക്കിയിരിക്കുക കേട്ടോ. പൊന്നിനെ നോക്കിയിരിക്കുക. പാട്ട് പാട്. അത് സൂപ്പർ ഫ്രീക്കടാ, அந்த ഫ്രീക്ക് കേട്ട സ്കൈ നീയടാ. അതൊന്ന് പിടിച്ചേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ. അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണാണ് ഇവിടെ കടത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് അപ്പൊ ഇനി കയ്യും കലൊക്കെ ഇട്ട് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞിപ്പെണ്ണ് സെറ്റ് ആയിട്ട് കേട്ടോ. ഞാൻ എടുത്തോട്ടെ. കുഞ്ഞിപ്പെണ്ണിന്റെ ഉടുപ്പ് വലിഞ്ഞും പോയി. അതേപോലെ തന്നെ ഇവിടെ ഇച്ചിരി കരിമ്പ് അടിച്ചല്ലേ. അപ്പൊ നമുക്ക് ഇത് ഒരാൾക്ക് ഇട്ട് കൊടുക്കാം. ആർക്കിട്ട് കൊടുക്കാനാ? പൊന്നു ചിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. എന്താ റൈനയ്ക്കോ? റൈനയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. യോയോ അവിടെ? റൈനയ്ക്ക് ഭാഗമല്ല കേട്ടോ, നമുക്ക് യോയ്ക്ക് ഇട്ട് കൊടുക്കാം. വാ യോയോ മോനെ. എടാ യോയോ യോയോ വാടാ. എടാ വാടാ. റൈൻ മാർക്കി. അപ്പൊ യോയോന്റെ കടി മേടിക്കാൻ സംഭവം പോകുന്നുണ്ട് കേട്ടോ. യോയോനെ കിട്ടി, യോയോനെ കിട്ടി. യോയോ മോനെ, ഉപ്പ് ഇട്ടരാട്ടോ. വേഗിടാ. നീ ഇട്ടോ. ഞാൻ ഇട്ട് കൊടുക്കാം. കടി എങ്ങനെ കിട്ടിയത് എനിക്ക് പേടിയാ. വാക്സിൻ എടുത്തവനെ, എന്നാലും എനിക്ക് പേടിയാവനെ. യോയോ ഇച്ചിരി തീറ്റ എടുത്തോളൂ. ആദ്യം മയക്കാം നമുക്ക് ഇവനെ. അവിടെ നിക്കടാ, പോവല്ലടാ. വാലടച്ചു പിടിച്ചു വെക്കടാ അവനെ ആദ്യം. യോയോ തീറ്റ വീണില്ലേ? മനസ്സിലായിട്ടോ. ഇടാ ഒന്ന് വേഗം. കുഞ്ഞിപ്പെണ്ണാണ് കടത്തിയിടായിരുന്നു. യോയോയ്ക്ക് അങ്ങനെ ഉടുപ്പിട്ട് കൊടുക്കുന്നുണ്ട് സംഭവം. നീ കൈയാട്ട് പിടിച്ച ഇച്ചിക്ക് പേടിയാട്ടോ. തീറ്റ കൊടുക്കുന്ന സമയത്തെ അവൻ ഉപദ്രവിക്കാൻ എനിക്കറിയില്ലല്ലോ. നഖം നീട്ടിയാലേ
അവൻ അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ. ഒരിക്കലൊന്നുമില്ല, എങ്കിലും നമുക്ക് ഇപ്പൊ ഫ്രണ്ട്സ് പപ്പേനെ കേട്ടാ. വാ, ഇത് ഭയങ്കര നല്ല ഉടുപ്പാ യോയോ നിനക്ക്. കാലില്ലാട്ടോ ഉടുപ്പ് യോയോ. ഇങ്ങനെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. നോക്കട്ടെ യോയോനെ, ഇത് കൊള്ളാലോ. യോയോ നീ പേടിക്കണ്ട, കുഞ്ഞിപ്പെണ്ണിന്റെ ഉടുപ്പ് നിനക്ക് തരാം കേട്ടോ. എന്റെ മോനെ കുഞ്ഞിപ്പെണ്ണ് പപ്പയ്ക്ക് കാണിച്ചെടുക്കും, പപ്പയ്ക്ക് കാണിച്ചെടുക്കും. വാടാ യോയോ, അവനെ എടുക്ക്. അവൻ നടക്കാനാവുന്നില്ലെന്ന് ആദ്യമായിട്ട് ഉടുപ്പിട്ടതിന് ഒരു വിഷമം ഉണ്ടാവൂടാ. ആദ്യമായിട്ട് മുണ്ടെടുക്കുന്ന ഒരു പാൻറ് ഇടുമല്ലേ, അതുപോലത്തെ അവസ്ഥയായിട്ട് ഇപ്പൊ. അപ്പൊ യോയോന്റെ പപ്പയ്ക്ക് കാണിച്ചു. എടാ എടുത്തോണ്ട് വാടാ. യോയോ യോയോ യോയോയെ കുഞ്ഞുപെണ്ണ് അതിന്റെ ഉടുപ്പല്ലേ. കുഞ്ഞിച്ചക്കൻ നോക്കിയേ, കുഞ്ഞിച്ചക്കൻ കുഞ്ഞിപ്പയ്ക്ക് ഒപ്പിട്ട്. അവള് പപ്പേനെ നോക്കുന്നേ. അപ്പൊ എങ്ങനെയാ നോക്കിയാൽ കംഫർട്ട് അല്ലെങ്കിൽ ഒരു കളയോട്ടോ നമ്മളത്. അതെ, അത് നടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂടാ, പിന്നെ ശീലമായിക്കോളൂ. തുണിയൊക്കെ ഇട്ടിട്ട് വേണം നടക്കാന്. അയ്യോ, മറ്റേ മോഡലൊക്കെ നടക്കും പോലെ ഉണ്ട്. യോയോ മോനെ നടക്കടാ. നടക്കുന്ന ഭയങ്കര മോഡേൺ ആയിട്ടല്ലേ. പപ്പ പോവാണ് കൂട്ടുകാരെ പുൽപ്പള്ളിക്ക്. അവൻ തന്നെ ഊരിവിട്ട കൂട്ടുകാരെ. അവൻ ഈ ചാട്ടം ചാടി കേറിയപ്പോ അവന്റെ മേത്ത് ഊരി പോയിട്ടോ. വാലിട്ട് 4 അടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോഴേക്കും അത് ഊരി പോട്ടോ. അപ്പൊ കുഞ്ഞുമാവന്റെ ഉപ്പറ്റ് ഒറ്റോരി യോയോക്ക് അടിച്ചേടി. അപ്പൊ എനിക്ക് ഉടുപ്പൊക്കെ യോയോക്കാണ് കൊടുക്കണല്ലേ. ചക്കിരി കുറ്റിയേ, അവര് കുഞ്ഞുമാവന്റെ ഉപ്പ ഒരു പോയി. കൈ കഴിക്കും. മഞ്ഞ നമ്മുടെ ഈ മുരിങ്ങ ഉണ്ടോ, മുരിങ്ങയുടെ ചപ്പ് മൊത്തം ഇല മൊത്തം മഞ്ഞ മൂത്ത് പോയിട്ടോ, പഴുത്തുപോയി. കുഞ്ഞു അത് കുലുക്കുന്നുണ്ടേ. ആടിന് കൊടുത്തിന് നല്ല കിളുന്ത ഇല വരണം. എടി നല്ല ശക്തിയിൽ ഇളക്ക്. സംഭവം ഇപ്പൊ സ്റ്റൈലാക്കുവേ. അമ്പോ ചുണ്ടൊരു പെണ്ണൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞൊങ്ങാൻ പോവാ നമ്മളല്ലേ. കിടക്കയിലേക്ക് നോക്കുക. എന്താ കിടത്താത്തെ എന്നെ തക്കട് കുറ്റി. അപ്പൊ കൂട്ടുകാരെ, ഇനി കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാനുള്ള സമയമാണ്. ഇനി ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഉറങ്ങും. ജൊമ്പോനോ, കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊട്ടിലേക്ക് എടുത്ത് കിടത്തും കേട്ടോ. എൻ്റെ കൂടെ കിടന്നിട്ട് പാല് കുടിച്ചോണ്ട് അവൾ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടിലേക്ക് എടുത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉറങ്ങിക്കോളും. ഈ കുളി കഴിഞ്ഞിട്ടുള്ള ഉറക്കം ഭയങ്കര സ്പെഷ്യലാട്ടോ പെണ്ണിന്. ഞാൻ കമ്മലിടാൻ എന്താ പോലെ ഉണ്ടല്ലേ കൂട്ടുകാരെ. എന്തെങ്കിലും ഇനി കുളിച്ച് അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്യുക. കണ്ടു കൂട്ടുകാരെ, ഒരു കുട്ടിക്കുരുമ്പിനെ ഞാൻ എന്താ പ്ലാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ കിടത്തി ഉറക്കിയിട്ട് തൊട്ടിലേക്ക് കിടത്തിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ നിന്ന് പൊരിഞ്ഞ കളിയാ പാപ്പി കുടിച്ചിട്ട്. കുഞ്ഞി നീ എൻ്റെ യോഗാറ്റെ കല്ലപ്പെണ്ണു ഉറങ്ങുന്നില്ല കൂട്ടുകാരെ. ഇനി കുറച്ച് കഴിയുമ്പോൾ അവളുടെ അപ്പ എടുത്തിട്ട് ഇങ്ങനെ ഉറക്കണം. വാവോ വാവോ, അവളുടെ അപ്പേൻ്റെ പാട്ട് കേട്ട് അവൾ ഉറങ്ങും കേട്ടോ. തന്നെയായിട്ടാണ് 2 ദിവസം ഇപ്പൊ കുഞ്ഞേച്ചി പോയ പിന്നെ കേട്ടോ ഈ സ്വഭാവം. അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ കുറെ നേരം കിടത്താൻ സർപ്രൈസും കൊണ്ട് പൊന്നു വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണി ഇതോട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണ അങ്ങനെ ഉറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ അന്യ പരിപാടി ഞാൻ ഇപ്പൊ 2 ദിവസമായിട്ട് അപ്പന്റെ കഴിഞ്ഞിട്ട് ആരാരോ കേട്ടാലേ ഒക്കെ വിടുള്ളൂന്ന്. ഞാൻ ആരാരോ വെച്ചാലോട്ടെ ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ ഉറങ്ങുള്ളൂ. ഡ്യൂട്ടി കൈമാറിയിരിക്കുകയാണ് കൂട്ടുകാരെ. മുടി പിടിച്ച് വെച്ചേക്കുന്നുണ്ടാ. ഇത്രയും പൊക്കി വെച്ചിട്ടാ നീ ആരാരോ വെക്കുന്നേ. കുഞ്ഞുവാവേന് അപ്പഴ കുഞ്ഞുവാവേന് അങ്ങ് ആരയിടം വെക്കൂലേ. മാസേത്ത് ഇപ്പൊ നാങ്കാലി
നാങ്കാലി നാങ്കാലി മറ്റേ മാഷേറ്റ് ഇപ്പൊ നാങ്കാലി. അപ്പന്റെ കൂടെ ആട്ടോ ഉറങ്ങോളൂ കൂട്ടുകാരെ. എന്ത് സ്വഭാവം നോക്കി എന്റെ കൂടെ ഉറങ്ങുന്നില്ലല്ലോ. അല്ലേലും ഈ പെൺകുട്ടികൾ അപ്പന്റെ കൂടെ പോകുന്ന പറയുന്നത് വെറുതെ അല്ല. അപ്പച്ചായ അവക്ക്. ഓ സന്തോഷായേ സംഭവിക്കും. ഇങ്ങോട്ട് മനസ്സിൽ ലഡു പൊട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്നിട്ട് എല്ലാരും ഇതിടുക. സഹിക്കുന്നില്ല എനിക്ക് പൊണിഞ്ഞം കേറുന്നുണ്ട്. ഇങ്ങനെയാണോ അവിടെ ഓർക്കുന്നേ? അതാ ഞാനും പറഞ്ഞ ഇതോ പെണ്ണ ഉറങ്ങണ്ടേ. അപ്പയുടെ കുഞ്ഞുവാവ ഇങ്ങനെ കൊറേ നേരം നോക്കിയിരിക്കും കേട്ടോ. എന്നെ തന്നെ നോക്കിയിരിക്കും ഞാൻ എന്താ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കും കേട്ടോ. അമ്മാനിന്റെ കുഞ്ഞുവാവ കുഞ്ഞുവാവയാണ് കുഞ്ഞുവാവ. അടാ അയ്യോ അപ്പന്റെ കുഞ്ഞുപെണ്ണാ. ചിരിച്ചങ്ങിരിക്കുക. എന്റെ ദൈവം എന്റെ കുഞ്ഞുവാവ. എന്റെ കുഞ്ഞുവാവ എന്റെ പാവാന്നറിയാം. എന്റെ കുഞ്ഞുവാവ നീ ചിരിക്കുന്നുണ്ടോ? അവക്ക് ചിരി വരടാ. കുറ്റിയേ അപ്പൊ കുഞ്ഞുവാവേ ഒക്കെ ചെറുക്കൻ മണവാളൻ കോട്ടിട്ട് ചോറ്റിട്ട് കാക്കച്ച് പെഞ്ഞിനെ മിന്നു കെട്ടാനായി വന്നപ്പോ കാക്കകൾ ചേർന്ന് കൈകൊട്ടിപ്പാടി. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ കാത്തിരുന്ന് കുഞ്ഞിപ്പണ് ഉറങ്ങി കേട്ടോ. അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കണം. 4 മണിയായിട്ടോ വൈകുന്നേരം 4 മണിയായപ്പോഴാണ് കുഞ്ഞിപ്പണ് ഉറങ്ങുന്നത്. അപ്പോഴാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. എന്നെ കാത്ത് എല്ലാവരും ഇരുന്നിരുന്ന് ഇപ്പോഴാട്ടോ എല്ലാവരും കഴിക്കുന്നത്. കൊറേ നേരമായിട്ടോ കുഞ്ഞിപ്പെണ്ണോട് ഉറക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നല്ലേ. കുഞ്ഞിപ്പെണ്ണെ കാണിച്ചു തരാം. കണ്ടോ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാട്ടോ. എണീപ്പിച്ച പൊന്നുവിനെ ഇടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഉറക്കി കിടത്തിയതാട്ടോ. മമ്മി കൂടെ കടന്നങ്ങ് ഉറക്കി കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എന്തായാലും സെറ്റ്. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. നമുക്ക് നല്ല കുറുക്കത്തെ കല്യാണം കേട്ടോ ഇന്നും കണ്ടോ. വെയിലും മഴയും. കുട്ടി വരുന്നുണ്ടോ? എണീച്ച് വരുന്നേക്കോട്ടോ. എണീച്ച് വരുന്നേക്കോട്ടോ. എന്നെയാണ് ഇതിനകത്തോണ്ട് കടത്തിയെന്ന് ചോദിക്കുന്നേ. തല പൊക്കി വരുവാട്ടോ കുഞ്ഞിപ്പെണ്ണ്. പെണ്ണിനെ ഞാൻ കടത്തിയിട്ടങ്ങ് മാറിയപ്പോഴേക്ക് പെണ്ണ് തന്നെ എണീച്ച്. ഐശ്വര്യ ആഹാ അടിശരി എന്നോട് കടിച്ചിട്ട് പോയി നോക്കിയോ അല്ലേ? പച്ചിക്കാൻ നോക്കിയോ? എണീച്ച് വന്നേക്കുന്നു കേട്ടോ. പൂച്ച ഉറക്കുന്നൊക്കെ വെച്ചാണല്ലോ. കള്ള പൂച്ച ഉറക്ക യോയോന്റെ ഉറക്കാട്ടോ. കുഞ്ഞിനെ കാണാനെങ്കിൽ വാടാ വാടാ സംഭോളെ. നീ എന്തിനാ അവിടെ വന്നേന്ന്? ഇടിക്കണം തൊഴിക്കണം. എനിക്ക് കുഞ്ഞിപ്പന്നെ നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ ഇതുവരെയായിട്ട്? എനിക്ക് കുഞ്ഞിപ്പന്നെ കുഞ്ഞുമാക്കാഞ്ഞേ ഭയങ്കര ചവിട്ടും പൊഴുത്തും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ കാലിങ്ങനെ തിരുമ്മി കൊടുത്താൽ അടങ്ങാണ്ട് കിടക്കുവാ. കാല് തിരുമ്മി കൊടുക്കുന്ന മസാജ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണാട്ടോ. കുഞ്ഞിപ്പെണ്ണ ഉറങ്ങത്തേ ഇല്ല. ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീച്ചു വന്ന് കിടക്കുന്ന കേട്ടോ. വെറുതെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. അവിടെ കിടന്നു. ഞാനാണ് പിടിച്ചു പിടിച്ച് എന്റെ കൈ കെട്ടടിച്ചിട്ട് അയോട്ടായിരുന്നു. നിർത്തുമ്പത്തേക്കും മറ്റേ ചെണ്ടൊക്കെ ഇച്ചടുത്ത് കിടക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ കാണിച്ചു തരാട്ടെ കൂട്ടുകാരെ. കണ്ടോ പുതപ്പൊക്കെ ഇട്ടാണ്ടല്ലോ. പുതപ്പിട്ട് ഭയങ്കര ദേഷ്യം കേട്ടോ. നോക്കിയോ പുതപ്പിട്ട് നോക്കിയോ. പുതപ്പിട്ട് കൊടുത്തു. ഈ കുഞ്ഞ് കൈ ചെയ്താൽ തളർത്തിട്ട് അടിക്കും ഭയങ്കര വേദനയാണ്. നിന്നെ പറ്റി പറഞ്ഞ നിന്റെ കുശുമ്പ് പറഞ്ഞു കൊടുത്തതാ.
അത് കാരണമാണ് ഇന്ന് രാവിലെ കണ്ടില്ലേ എണീച്ചേരെ ഉടുപ്പ് എന്താടാ അപ്പൊ കൂട്ടുകാരെ സ്കൈ ബേബി അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൈവമേ, കണ്ണു തുറന്നിട്ട് കണ്ണു തുറന്നു അടക്കി. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പഴം അങ്ങനെ ഉറക്കി കഴിഞ്ഞ് എണീച്ചോ. നല്ലോണം ഉറങ്ങി സെറ്റായിട്ട് ഉറങ്ങിയായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പഴാണ് എണീച്ചിട്ട് നല്ല ഇടിയായിരുന്നു നോക്കിയിട്ട്. അപ്പൊ എണീച്ച് കേട്ടോ ഒരു നല്ല ഉറക്കം കുഞ്ഞിപ്പനിയല്ല, കുഞ്ഞിപ്പനി നോക്കിക്കോട്ടേക്ക് അപ്പേന്ന് വിളിക്കുന്ന നോക്കാനോടി. കുഞ്ഞിപ്പെണ്ണ് അപ്പേന്ന് വിളിക്കുന്ന കേട്ടോ അത്. കൂട്ടുകാരെ മമ്മി ഉറക്കണിച്ച് വന്നിട്ടോ. എല്ലാരും ഉറക്കായിരുന്നു കേട്ടോ. മമ്മിയോട് ഉറക്കണിച്ച് വഞ്ഞ് കുഞ്ഞിപ്പഞ്ഞി നോക്കണേ. നീ എവിടെയാണ്? നാം കണ്ടില്ലാണ്ടല്ലോ. ചവിട്ടി തെറിപ്പിക്കാട്ടോ ഫോണൊക്കെ. എവിടെയാണ് നീ? ഉണ്ടാണ് നാണ് കണ്ടില്ലാണ്ടല്ലോ. എവിടെ പോയതാണ്? നമ്മളെ കഴിഞ്ഞ ഒങ്ങുവാനു പറ. അപ്പേച്ചക്കൂടെ കഴിഞ്ഞ ഒങ്ങുവാനു അമ്മേ പറ. ചെയ്തേ അറിയോ? അമ്മന്റെ പെണ്ണ് ഒങ്ങുവാണ് ചെയ്തേ. അമ്മന്റെ പുള്ളു ഒങ്ങിയാണോ? കുലുങ്ങോ കുഞ്ഞിപ്പണി കിടന്നിട്ട്. കുഞ്ഞിപ്പണ്ണമ്മ നോക്കിക്കൊണ്ടിരുന്ന ഈ പാവേനാട്ടോ. നോക്കിയോ ഇതാരപ്പാ? ഇതാരാ? ആരാ ഇത്? ചക്കിച്ചിക്കുറ്റിയേ ചക്കിച്ചിക്കുറ്റിയാനോ? അത് കടിക്കാതിന് ഈ കടി വെച്ച് കൊടുക്കും പാവോ. അപ്പൊ കൂട്ടുകാരെ സ്കൈ ബേബി പിന്നെ അപ്പേന്റെ അടുത്തേക്ക് മാറിട്ടോ. കുഞ്ഞിപ്പെണ്ണേ, എന്റെ ബബാരി. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഒരു വാഷൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഇരിപ്പാട്ടോ. എന്റെ കൂടെ ഇനി കുറെ നേരം ഇങ്ങനെ നോക്കിയിരിക്കും. ഉറക്കി നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിനെ ഉറക്കാൻ വേണ്ടി കിടത്തിയതാ. പെണ്ണുണ്ട് ഉറങ്ങുന്നു. കൂട്ടുകാരെ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അല്ല കൂട്ടുകാരിക്ക് മൈൻഡൊന്നും കേട്ടോ. നീ പോക്കോ. അപ്പൊ കൂട്ടുകാരെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടോ. സ്കൈ ബേബി ഭയങ്കര വഴക്കിടുക കേട്ടോ കൂട്ടുകാരെ. അയ്യോ കൂട്ടുകാരെ, ഞാൻ അപ്പറ്റി വക്കിടുക കേട്ടോ കൂട്ടുകാരെ. മന്ത്രി എന്തുവാടാ കൊച്ചിന് പാട്ട് പാടി ഉറക്കാൻ പറഞ്ഞു കൊടുത്തതാട്ടോ കൂട്ടുകാരെ. അന്നേരം പാടുന്ന പാട്ടാ ഇത്. അപ്പൊ കൂട്ടുകാരെ കറണ്ട് പോയിട്ടിരിക്കാണ്. പവർ കട്ടാകുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഖത്തോട് വന്ന് നോക്കി ഇരിക്കാൻ എന്ത് ചെയ്യും നോക്കിയിട്ട്. അപ്പൊ കൂട്ടുകാരെ നമ്മള് കറണ്ട് ഇല്ലാത്ത പറഞ്ഞ ഇങ്ങനെ ഇരിക്കുവാട്ടോ. ഷോക്ക് അടിച്ചിരിക്കാണ്. കണ്ടോ നിന്റെ തലന്റെ മേൽ നോക്ക്. എന്താടാ നിഴല് പേടിച്ചു. നമ്മള് ക്യാരവാനിൽ പണ്ട് നിഴല് കൊണ്ട് ഇങ്ങനെ അപ്പൊ കൂട്ടുകാരെ കറണ്ട് വരുന്നത് നോക്കി ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പപ്പയും മമ്മിയും അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഞങ്ങൾ 3 ഇവിടെ ഇരിപ്പുണ്ട്. അവന് കറണ്ട് വരുന്ന പോലെ തന്നെ നടത്തി ഉറക്കും കേട്ടോ. പിന്നെ കഴിഞ്ഞ് ഉറങ്ങാൻ പോയി ഡംബർ ബാമ്പർ വന്നിട്ട് ഒളിഞ്ഞു നോക്കിക്കോട്ടോ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കൂട്ടുകാർ ഇനി അപ്പൊ ഡംബർ ബേബിനെ കടത്തി ഉറക്കാൻ പോവാട്ടോ. അപ്പൊ കൂട്ടുകാരി അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞിപ്പന്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ അത്ര കൂട്ടുകാരത്തെ ഇവിടെ മറുപടി നാളെ കാണാം. കുഞ്ഞിപ്പണ്ണ എണീച്ചോ?